ഹായ് വെൽക്കം ബാക്ക്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻറ്റൈസേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഓപ്ഷൻസ് ഏത് രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് ബേസ് ചെയ്ത് എല്ലാവരും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അഡ്മിഷൻ ടൈമിൽ വേണ്ടി വരുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ നോർമലി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ടൈം കിട്ടും. ഇങ്ങനത്തെ ഡോക്യുമെന്റ് നിങ്ങൾ ഇല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് റെഡിയാക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും. കാരണം ഇത്രയും നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്യുന്നു. ഈ ഡോക്യുമെന്റ്സ് ഞാൻ പറയുന്ന ഡോക്യുമെന്റ്സ് ലാസ്റ്റ് ഇയറിൽ കോളേജുകളിൽ ചോദിച്ച ഡോക്യുമെന്റ്സ് ബേസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ കോളേജിലേക്ക് അലോട്ടഡ് ആകുമ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവേണ്ട ഡോക്യുമെന്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അഡ്മിറ്റ് കാർഡ്, നമ്മൾ എൻട്രൻസിന്റെ അഡ്മിറ്റ് കാർഡ് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ചില കോളേജുകളിൽ ഇതൊക്കെ ചോദിക്കാറുണ്ട്, ചില ചോദിക്കാറില്ല. എല്ലാ കോളേജുകളിലും ചോദിച്ച എല്ലാം കൂടെ സബ്മിറ്റ് ചെയ്താണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് ചോദിക്കാറുണ്ട് എൻട്രൻസ് എക്സാമിനേഷന്റെ. അലോട്ട്മെന്റ് മെമ്പോ അത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി ആ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ സ്കോർ കാർഡ് ആ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ടോക്കൺ ഫീ അടക്കില്ലേ, ആ ടോക്കൺ ഫീയുടെ റെസിപ്റ്റ്, പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനാണ്. പിന്നെ നിങ്ങൾ പാസ്സായ ഡിഗ്രി, ഇപ്പൊ BC ആണെങ്കിൽ BCയുടെ മാർക്ക് ലിസ്റ്റും അതിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ലാസ്റ്റ് പഠിച്ച കോളേജ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ചില കോളേജുകൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്, മെജോറിറ്റി കോളേജുകളും ചോദിക്കാറുണ്ട്. ചില കോളേജുകൾ നിങ്ങൾക്ക് ടൈം തരാറുണ്ട്. ഇപ്പൊ നിങ്ങളിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അക്യൂർ ചെയ്യാൻ കുറച്ച് ടൈം അവർ പിന്നെ ഓഫീസ് സബ്മിറ്റ് ചെയ്താന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അത് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണോ അവിടെ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടും. പിന്നെ നിങ്ങൾ വേറെ ഡിഗ്രികൾ എടുക്കുകയാണെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ കോളേജുകൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അത് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. ഇനി റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്ക് അല്ലെങ്കിൽ റിസർവേഷൻ ബേസ് ചെയ്ത് അലോട്ട്മെന്റ് കിട്ടിയ ആൾക്കാർക്ക് അവർ മിക്കവാറും പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത ആ ഒരു കാറ്റഗറി ബേസ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഏതാണോ എന്തായാലും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പം അതിന്റെ ഡേറ്റ് കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കുക അതിന്റെ ഡേറ്റ് ഉണ്ടോ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് SC ST OIC കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ് മിക്കവാറും റിസർവേഷൻ ഉള്ള എല്ലാവർക്കും ഇൻകം സർട്ടിഫിക്കറ്റ് അവർക്ക് ഫീ കൺസെഷൻ ഒക്കെ ആവശ്യം വരും. അപ്പൊ എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. അല്ലാതെ ബാക്കി നിങ്ങൾ ഏതെങ്കിലും ഒക്കെ റിസർവേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ആ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടെ ഇൻകം സർട്ടിഫിക്കറ്റ് എന്തായാലും എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക. ഇനി ഇതല്ലാതെ നോർമലി കോളേജുകൾ ചോദിച്ചു കണ്ടിരുന്നുള്ള നിങ്ങളുടെ 2 ഫോട്ടോസ് ചോദിക്കാറുണ്ട്. പിന്നെ SL സർട്ടിഫിക്കറ്റിന്റെ 2 കോപ്പി ചോദിക്കാറുണ്ട്. പിന്നെ ക്വാളിഫയിങ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ക്വാളിഫയിങ് ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി. ഇതിൽ ഈ 3 മോസ്റ്റ് പ്രോബബ്ലി അവർ അറ്റസ്റ്റഡ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഈ 3 ഡോക്യുമെന്റ്, ഏതൊക്കെ SLCയും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഡിഗ്രി മാർക്ക് ലിസ്റ്റും. ഇത് നോർമലി അറ്റസ്റ്റ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ 2 കോപ്പി ഇത് എന്ത് ചെയ്യുക, അറ്റസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ഈ വീഡിയോ ഇത്രയും നേരത്തെ ചെയ്യാനുള്ള, വളരെ ചെറിയ വീഡിയോ ആണിത്. ഇത് ഇത്രയും നേരത്തെ ചെയ്യാനുള്ള കാര്യം, എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ മിസ്സായി പോവുകയോ അല്ലെങ്കിൽ ഡേറ്റ് കഴിയുകയോ ചെയ്താൽ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുക, അതൊന്ന് റെഡിയാക്കുക. കാരണം നമുക്ക് അപ്പോൾ ഒരു അലോട്ട്മെന്റ് വരുമ്പോൾ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൈ കിട്ടും. ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ആവുക. അലോട്ട്മെന്റ് വരുമ്പോൾ നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കുക. താങ്ക് യു.